മുനമ്പം ഭൂമി തർക്കത്തിൽ ഹൈക്കോടതിയുടെ നിർണായക ഇടപെടൽ. മുനമ്പം നിവാസികൾക്ക് കരമടയ്ക്കാൻ ഹൈക്കോടതി അനുമതി നൽകി. അന്തിമ വിധി വരുന്നതുവരെ നികുതി ഈടാക്കണം എന്നാണ് റവന്യൂ വകുപ്പിനുള്ള നിർദ്ദേശം. ഭരണഘടനാ ദിനത്തിലെ ആശ്വാസവിധി എന്നാണ് മുനമ്പം സമരസമിതിയുടെ പ്രതികരണം. കേസിൽ അന്തിമ വിധി വരുന്നതുവരെ താൽക്കാലിക അടിസ്ഥാനത്തിൽ ഭൂനികുതി സ്വീകരിക്കാനാണ് ഹൈക്കോടതി നിർദ്ദേശം. മുനമ്പം നിവാസികളുടെ ഭൂനികുതി സ്വീകരിക്കാൻ റവന്യൂ അധികൃതർക്ക് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് ഭൂസംരക്ഷണ സമിതിയുടെ ഉൾപ്പെടെ ഹർജികളാണ് കോടതിയുടെ മുമ്പാകെയുള്ളത്. മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ലെന്ന് ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടതിനെ തുടർന്ന് ഭൂസംരക്ഷണ സമിതി ഉൾപ്പെടെ നൽകിയ ഹർജികൾ നേരത്തെ പരിഗണിക്കണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു. ഈ സാഹചര്യത്തിലാണ് ജസ്റ്റിസ് സി ജയചന്ദ്രൻ ഇന്ന് ഇടക്കാല ഉത്തരവ് നൽകിയത്. ഭൂസംരക്ഷണ സമിതി നടത്തിവന്ന കേസിന് തീർപ്പായിരിക്കുന്നു. അത് ഭരണഘടനാ ദിനമായ ഇന്ന് തന്നെ കോടതിയിൽ നിന്ന് നമുക്ക് നീതി കിട്ടിയതിൽ ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷമുണ്ട്. വസ്തു ഉപയോഗിച്ച് ലോൺ എടുക്കാനും കെട്ടിട പെർമിറ്റ് ലഭിക്കാനുമുള്ള തടസ്സം മാറിയെന്ന് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ 24നോട്. അവർക്ക് ഈ വസ്തു ഉപയോഗിക്കാനായിട്ടോ കടം വയ്ക്കാനോ അതുപോലെ ബാധ്യതപ്പെടുത്താനോ ഒക്കെ ആയിട്ട് കരം അടച്ച സർട്ടിഫിക്കറ്റ് വേണം. അതുപോലെ ലോൺ എടുക്കണമെങ്കിൽ എന്ത് വേണമെങ്കിലും, ഇപ്പോൾ ബിൽഡിംഗ് പെർമിറ്റ് വേണമെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് വലിയ ദുരിതത്തിലായിരുന്നു അവർക്കൊരു വലിയ ആശ്വാസമാണ് ഈ കോടതി വിധി. ഭൂമിയിൽ റവന്യൂ അവകാശങ്ങൾക്കായി മുനമ്പത്ത് 615 കുടുംബങ്ങളാണ് സമരത്തിലുള്ളത്. 2019 വഖഫ് ബോർഡ് വഖഫ് രജിസ്റ്ററിലേക്ക് മുനമ്പത്തെ ഭൂമി എഴുതി ചേർക്കുന്നത്. 2022 ആദ്യമായി നോട്ടീസ് ലഭിക്കുമ്പോഴും കരമെടുക്കാൻ സാധിച്ചിരുന്നു. പിന്നീട് വഖഫ് സംരക്ഷണ വേദി ഹൈക്കോടതിയെ സമീപിച്ചതോടെയാണ് റവന്യൂ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത്. തുടർന്ന് വലിയ നിയമ പോരാട്ടങ്ങളും സമര പരമ്പരകളുമാണ് കണ്ടത്. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.